ജീവപരിണാമത്തിന്, വിശിഷ്യ സ്ഥൂല പരിണാമത്തിന് ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ലക്ഷക്കണക്കിന് ജീവികളുടെ ഫോസിലുകൾ ഇന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കെ ആ ഫോസിലുകളുടെ അടിസ്ഥാനത്തിൽ പരിണാമം വളരെ വ്യക്തമായി തെളിയിക്കാൻ സാധിക്കുമെന്നിരിക്കെ അതിന് തെളിവില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. സ്ഥിരമായി പരിണാമ വിശ്വാസികളോ അല്ലെങ്കിൽ പരിണാമത്തെക്കുറിച്ച് പഠിച്ചു വരുന്ന ആളുകളൊക്കെ ചോദിച്ചു വരുന്ന ഒരു ചോദ്യം തന്നെയാണിത്. ലക്ഷക്കണക്കിന് ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. ആ ഫോസിലുകൾ അടുക്കി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പരിണാമം നടന്നതായി മനസ്സിലാക്കാം എന്നാണ് ഇവര് സാധാരണ പറയാറുള്ളത്. ഇതിന്റെ മറുപടി എന്ന നിലയ്ക്ക് ആദ്യമായി തിരിച്ച് ഒരു ചെറിയ ചോദ്യം മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതു ജീവിയുടെ പരിണാമ ചക്രമാണ് ഫോസിലുകളിലൂടെ നമുക്ക് വ്യക്തമായി ലഭിക്കുന്നത്? ലോകത്ത് മില്യൺ കണക്കിന് സ്പീഷീസുകൾ, ജീവജാതികൾ, ജീവവർഗങ്ങളുണ്ട്. ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ജീവി വർഗങ്ങളിൽ ഏത് ജീവിയുടെ അല്ലെങ്കിൽ ഏതെല്ലാം ജീവികളുടെ ജീവപരിണാമമാണ് ഫോസിലുകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ടുള്ളത്? അങ്ങനെയൊന്നുണ്ടോ? ഉദാഹരണം, നമുക്ക് പരിചയമുള്ള, നമ്മൾ സാധാരണ കണ്ടുവരുന്ന ജീവികളെ തന്നെ എടുക്കാം. ഒന്ന് പൂച്ച. വെറുതെ ഒരു ഉദാഹരണം പറയാണ്. പൂച്ച എങ്ങനെയാണ് പരിണമിച്ചുണ്ടായത്? പൂച്ച, ഇന്ന് കാണുന്ന പൂച്ചയുടെ രൂപം, ആകൃതി, അതിന്റെ ഘടന ഒക്കെ അടക്കമുള്ള പൂച്ച എന്ന ഒരു ജീവിവർഗം, ഈ ജീവിവർഗം ഇതിനെ തൊട്ട് മുമ്പ് എന്തായിരുന്നു? അതിനു മുമ്പ് എന്തായിരുന്നു? അതിനു മുമ്പ് അതെന്തായിരുന്നു? കുറേ പരിണാമങ്ങൾക്ക് ശേഷമാണല്ലോ ഒരു ജീവിവർഗം പൂർണ്ണമായ രൂപത്തിൽ ആയിത്തീരുന്നത്. അങ്ങനെയാണെങ്കിൽ പൂച്ചയുടെ പരിണാമം കൃത്യമായി വിശദമാക്കുന്ന ഫോസിൽ ശേഖരം നമ്മുടെ കയ്യിലുണ്ടോ? വേണ്ടേ? അല്പം കൂടെ ചെറിയ ജീവിയാവട്ടെ, പൂച്ച വേണ്ടെങ്കിൽ ഈച്ചയാകാം. ഈച്ചയുണ്ടായത് എങ്ങനെയാണ്? അതിനുള്ള ഫോസിലുകളുണ്ടോ? ഏതെല്ലാം ഫോസിലുകൾ കൂട്ടി അടുക്കി നിരത്തി വെച്ചാലാണ് നമുക്ക് ഈച്ചയുടെ പരിണാമം കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക? ആനയ്ക്കുണ്ടോ? ജിറാഫിനുണ്ടോ? അല്ല, മനുഷ്യനുണ്ടോ? സമുദ്രത്തിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഏകകോശ ജീവി അത് ബഹുകോശ ജീവിയായി മാറുന്നു. അത് പരിണമിച്ച് വേറെ ഒന്നാകുന്നു. അത് പരിണമിച്ച് മറ്റെന്തോ ആകുന്നു. അത് പരിണമിച്ച് മറ്റൊന്നാകുന്നു. അങ്ങനെ വന്ന് അത് ആനയായി, അല്ലെങ്കിൽ അത് മനുഷ്യനായി, അതല്ലെങ്കിൽ അത് പൂച്ചയായി, അത് ഈച്ചയായി എന്ന് ഫോസിലുകൾ നിരത്തി വെച്ചുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫോസിലുകൾ എവിടെയാണുള്ളത്? ലോകത്താരുടെയെങ്കിലും കയ്യിലുണ്ടോ? അത് ഉണ്ടെങ്കിൽ പരിണാമത്തിന് അത് തെളിവാണ് എന്ന് നമുക്ക് അംഗീകരിക്കാം. നേരെ മറിച്ച് ഇപ്പോഴുള്ള ഫോസിൽ പഠനങ്ങൾ ഈ പറയുന്നത് പോലെ, അല്ലെങ്കിൽ പരിണാമ വിശ്വാസികൾ നമ്മുടെ മുമ്പിൽ ഫോസിലുകൾ അവതരിപ്പിക്കുന്നത് പോലെയൊന്നുമല്ല. നിലവിലുള്ള ഫോസിലിന്റെ ശേഖരവും ഫോസിൽ റെക്കോർഡ്സും ഒന്നും നമ്മുടെ മുമ്പിലുള്ളത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചത്തുപോയ, നശിച്ചുപോയ ജീവിയുടെ അവശിഷ്ടമാണ്. പാലിയന്റിയോളജിയെക്കുറിച്ച്, ഫോസിൽ ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ അല്പമെങ്കിലും വായിച്ച് പരിചയമുള്ള ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാക്കും. ബോഡി ഫോസിൽസ് ഉണ്ടാകാം, ട്രേസ് ഫോസിൽസ് ഉണ്ടാകാം, അങ്ങനെ പലതരത്തിലുള്ള ഫോസിലുകളുണ്ട്. ചില ജീവികൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവ ഏതെങ്കിലും സമുദ്രത്തിന്റെയോ നദിയുടെയോ ഒക്കെ അടിയിൽ എക്കൽ മണ്ണുകൾക്കിടയിൽപ്പെട്ട് അവയുടെ ശരീരം സൂക്ഷിക്കപ്പെടുകയും പ്രത്യേകിച്ച് കൂടുതൽ കേടുപാടുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഫോസിലുകളായി അവ മാറാറുണ്ട്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ചില ജീവികൾ അങ്ങനെയല്ല. അവയുടെ യെല്ലോ അതുപോലെയുള്ള കട്ടി കൂടിയ ഭാഗങ്ങളൊന്നും ഫോസിലീകരിച്ചതായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. നേരെ മറിച്ച് അവ ചത്തുകിടന്നിരുന്ന പ്രദേശത്ത് നിന്ന് അവയുടെ ശരീരം മൊത്തത്തിൽ നശിച്ചു പോവുകയും അവ കിടന്നിരുന്ന ഭാഗത്ത് ഒരു അടയാളമായി, ഒരു ജീവിയുടെ അടയാളം, ഒരു ചിത്രം പോലെ നമുക്ക് അത് കണ്ടെടുക്കാൻ സാധിക്കും. ചില പൗരാണിക കാലത്ത് ലക്ഷക്കണക്കിന് വർഷകാലം മുമ്പ് ജീവിച്ചു പോയിരുന്ന ജീവികളുടെ കാലടിപ്പാടുകൾ, അവ കിടന്നിരുന്ന സ്ഥലം, അവ ഉണ്ടാക്കി വെച്ചിരുന്ന അവരുടെ കൂടുകൾ തുടങ്ങി ഇങ്ങനെ പലതും, മരത്തിന്റെ കറയിൽ അകപ്പെട്ട് അടിഞ്ഞുപോയത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പല തരത്തിലുള്ള ഫോസിലുകൾ നമുക്ക് ലഭ്യമാണ്. ഫോസിൽ എന്ന് പറഞ്ഞാൽ ജീവിയെ അങ്ങനെ തന്നെ കേടില്ലാതെ കിട്ടണം എന്നൊന്നുമില്ല. ബോഡി ഫോസിൽസോ ട്രേസ് ഫോസിൽസോ ഏത് തരം ഫോസിലുകളായിരുന്നാലും ഈ ഫോസിലുകൾ ഉണ്ടാകുന്നത് വളരെ അപൂർവമായാണ് എന്നാണ് പാലിയന്റോളജി നമ്മളോട് പറയാം. ചത്തുപോകുന്ന ജീവികളെല്ലാം തന്നെ ഫോസിലായി മാറുമോ? അങ്ങനെ മാറുകയില്ല. അപൂർവങ്ങളിൽ അപൂർവമായ ജീവികൾ മാത്രമേ ഫോസിലായി മാറുകയുള്ളൂ. ഈ പറഞ്ഞതിനർത്ഥം ഫോസിൽ രേഖകൾ അപൂർണമാണ്, അപര്യാപ്തമാണെന്നാണ്. ഫോസിൽ രേഖകൾ പൂർണ്ണമാവില്ല, പൂർണ്ണമായിട്ട് കിട്ടൂല. കിട്ടണമെങ്കിൽ ചത്തുപോകുന്ന ജീവികളെല്ലാം ഫോസിലായിട്ട് കിട്ടണം. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം പാലിയന്റോളജി പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇനി
ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാകാൻ വേണ്ടി മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ സൂചിപ്പിക്കാം. ഈ പരിണാമ പ്രക്രിയ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ജീവികളിൽ സംഭവിക്കുന്നത് എന്നത് മനസ്സിലാക്കിയാൽ ഫോസിൽ സംബന്ധിച്ച ചില ചർച്ചകൾക്ക് അത് ഉപകാരപ്രദമാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിലവിൽ പരിണാമം സംഭവിക്കുന്നത് ഡാർവിന്റെ കാലത്തൊന്നും മനസ്സിലാക്കപ്പെടാത്തതുപോലെ തന്നെ ഇന്നിപ്പോ ജനറ്റിക് മ്യൂട്ടേഷനാണ് പരിണാമത്തിന്റെ കാരണം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ജീവികളുടെ ജനിതക വസ്തുക്കളിൽ മ്യൂട്ടേഷൻ സംഭവിക്കുകയും, മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജനിതക കോഡുകൾ കോപ്പി എടുക്കുന്ന സമയത്ത് സംഭവിക്കുന്ന തെറ്റുകൾക്കാണ് മ്യൂട്ടേഷൻസ് എന്ന് പറയാം. മ്യൂട്ടേഷൻ സംഭവിച്ച ജീനുകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ രണ്ടാമതായി കിട്ടിയ പുതു തലമുറയ്ക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച കേടുവന്ന ജനിതക വിവരങ്ങളാണ് അവയിൽ ഉണ്ടാവുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ച ജനിതക വിവരങ്ങളാണ് ഉണ്ടാവുക. ആ ജനിതക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവയുടെ ശാരീരിക വളർച്ചയും ശാരീരിക ഘടനയും ഒക്കെ രൂപപ്പെടുക. ആ സമയത്ത് ആദ്യത്തെ ജീവി അഥവാ ആൻസിസ്ട്രൽ സ്പീഷീസ് എന്ന് ഇവല്യൂഷണറി ബയോളജിയിൽ പരിചയപ്പെടുത്തപ്പെടുന്ന പൂർവീക ജീവി, ഈ പൂർവീക ജീവി വർഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിയായിരിക്കും തൊട്ടടുത്ത തലമുറയിൽ അഥവാ ഡിസെൻഡന്റ് സ്പീഷീസിൽ ഉണ്ടായിത്തീരുക. ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിക്കുകയും ജീനുകളിൽ മ്യൂട്ടേഷൻ സംഭവിക്കുകയും ആ മ്യൂട്ടേഷന്റെ ഫലമായിട്ട് പുതിയ സവിശേഷതകളോടുകൂടി പുതിയ ജീവികൾ ജനിക്കുകയും ചെയ്യും. അങ്ങനെ നിരന്തരമായി കോടിക്കണക്കിന് വർഷങ്ങൾ ജീൻ മ്യൂട്ടേഷൻസ് നടക്കുകയും മ്യൂട്ടേഷൻസിനനുസരിച്ച് പുതിയ ജീവികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് പരിണാമത്തിന്റെ ചക്രം കറങ്ങുക. സ്ഥൂല പരിണാമത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മത്സ്യങ്ങൾക്ക് പരിണാമം സംഭവിച്ചാണ് ഉഭയജീവികൾ ഉണ്ടായതെന്നും ഉഭയജീവികൾ പരിണമിച്ച് പിന്നീട് ഉരകങ്ങൾ ഉണ്ടായെന്നും ഉരകങ്ങൾ പരിണമിച്ച് പക്ഷികൾ ഉണ്ടായെന്നും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് പരിണാമത്തിന്റെ ഒരു വിശ്വാസം. ഇതില് ഒന്നാമത്തെ ഭാഗം നമുക്കെടുത്ത് ഈ പറയുന്ന പരിണാമം ഒന്നുകൂടെ വ്യക്തമായി ഈ മ്യൂട്ടേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് പരിണാമം സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ഉഭയജീവികൾ മത്സ്യത്തിൽ നിന്ന് പരിണമിച്ചുണ്ടായി എന്നതാണല്ലോ വിശ്വാസം. ലോബ് ഫിൻഡ് ഫിഷ് ആൻസിസ്റ്റർ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മത്സ്യപൂർവീകൻ, ആ മത്സ്യപൂർവീകനിൽ പരിണാമം സംഭവിച്ചാണ് ആംഫിബിയൻസ് അഥവാ ഉഭയജീവികൾ ഉണ്ടായത് എന്നാണ് പരിണാമ വിശ്വാസം പറയുന്നത്. ഇവിടെ ആദ്യമായി ഉഭയജീവിയുടെ പൂർവീകനായ ലോബ് ഫിൻഡ് ഫിഷ് ആൻസിസ്റ്റർ എന്ന പേരിട്ട ജീവി അതിന്റെ ജീനുകളിൽ എവിടെയോ അന്ധമായി അലക്ഷ്യമായി ഒരു ക്രമവും ഇല്ലാതെ ഏതോ ഒരു സ്ഥലത്ത് ഒരു മ്യൂട്ടേഷൻ നടക്കുന്നു. അതിന് റാൻഡം മ്യൂട്ടേഷൻ എന്ന് പറയും. അതിന്റെ തൊട്ടടുത്ത സന്തതി പരമ്പരകളിലേക്ക് ജീനുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ജീനുകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ മ്യൂട്ടേഷൻ സംഭവിച്ച ജനിതക വിവരങ്ങളിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ കേടുപാടുകളോ സംഭവിച്ച ജീനുകളാണ് സന്തതി പരമ്പരയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിൽ ആ സന്തതി പരമ്പരകളിൽ പുതുതായി മ്യൂട്ടേഷൻ സംഭവിച്ച ജീനുകളാണ് ഉണ്ടാവുക. ആ ജീനുകളിലെ അടങ്ങിയിരിക്കുന്ന വിവരമനുസരിച്ചാണ് അവയുടെ ശരീരവും ശാരീരിക ഘടനയുമൊക്കെ ഉണ്ടായിത്തീരുക. അങ്ങനെ വരുമ്പോ ആദ്യത്തെ പൂർവീകനായ ഒരു ജീവിയിൽ ഇല്ലാത്ത ചില സവിശേഷതകൾ പുതുതായി ഉണ്ടായി വരുന്ന അതിന്റെ സന്തതി പരമ്പരകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ജിനോടൈപ്പ്, ഫിനോടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സംജ്ഞകളും ടെർമിനോളജികളും സാധാരണ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണക്കാർ എന്ന നിലയ്ക്ക് ഞാൻ അത്തരത്തിലുള്ള ടെർമിനോളജികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉഭയജീവികളുടെ പൂർവീകനായി ഒരു മത്സ്യത്തെയാണ് നമ്മൾ സങ്കല്പിക്കുന്നതെങ്കിൽ ആ മത്സ്യത്തിന്റെ മുൻഭാഗത്തെ ചിറകുകൾ, ചിറകിന്റെ രൂപവും ഘടനയും നൽകുന്ന അതിന്റെ ജീനിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. മ്യൂട്ടേഷന്റെ ഫലമായി തൊട്ടടുത്തു വരുന്ന തലമുറയിൽ മുന്നിലെ ചിറകുകൾക്ക് പകരം ചെറിയ കൈകൾ പോലെ അല്ലെങ്കിൽ കാലുകൾ പോലെയുള്ള അവയവങ്ങൾ വളർന്നു വരുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അതുപോലെ പിന്നിലുള്ള ചിറകുകൾ അവയെ നിയന്ത്രിക്കുന്ന, അവയ്ക്ക് ഘടന നൽകുന്ന ആ ജീനുകളിൽ എപ്പോഴെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ചിറകുകൾക്ക് പകരം പിന്നെ അവിടെ കാല് വളരും. അങ്ങനെ തലയുടെയും കഴുത്തിന്റെയും ശരീരഭാഗങ്ങളുടെയും വാലിന്റെയും ഒക്കെ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന ജനിതക ഘടകങ്ങളിൽ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ അവയ്ക്കും വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ കോടിക്കണക്കിന് തവണയായിട്ടുണ്ടാകുന്ന മ്യൂട്ടേഷന്റെ ഫലമായി ഒരു പുതിയ ജീവിവർഗം ഉടലെടുക്കുന്നു. ഇങ്ങനെയുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന ഈ ഒരു പരിണാമ വിശ്വാസം. ഫൈലറ്റിക് ഗ്രാജുവലിസം എന്നാണ് ശാസ്ത്രീയ ഭാഷയിൽ അതിന്റെ പേര്. അതായത് വളരെ സാവകാശം
ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു ജീവിവർഗം മറ്റൊരു ജീവിയായി മാറുന്ന പ്രക്രിയ എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഈ ഫൈലറ്റിക് ഗ്രാജുവലിസം അതാണ് പരിണാമം എന്ന് അടിസ്ഥാനപരമായി പരിണാമ വിശ്വാസികൾ പറയുമ്പോൾ നമുക്കൊരുപാട് ചോദ്യങ്ങൾ അവിടെ ചോദിക്കാനുണ്ട്. ഒരു ജീവിയിൽ ഒരു ജനിതക മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. ആ ജീവിയുടെ തൊട്ടടുത്ത തലമുറയിൽ മ്യൂട്ടേഷൻ സംഭവിച്ചുണ്ടാകുന്ന പുതിയ ശാരീരിക സവിശേഷതകൾ പ്രത്യക്ഷപ്പെടണം. ആ ശാരീരിക സവിശേഷതകളുമായി ലക്ഷക്കണക്കിന് വർഷക്കാലം അങ്ങനെ ഒരു ജീവി വർഗമായിട്ട് അതങ്ങനെ ജീവിച്ചു പോകും. അതിനിടയിൽ പിന്നീട് ഒരു മ്യൂട്ടേഷൻ വരണം. അതിന്റെ ഫലമായിട്ട് അതിൽ പിന്നീട് വേറെ ചില മാറ്റങ്ങൾ വരണം. ആ മാറ്റങ്ങൾ കുറേ കാലങ്ങളോളം വർഷങ്ങളോളം ഭൂമിയിൽ നിലനിൽക്കണം. അങ്ങനെയുള്ള കുറെ ജീവികൾ. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ജീവി ആ രീതിയിലേക്ക്, ആ രൂപത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അല്പാൽപമായി മാറ്റങ്ങൾ സംഭവിച്ച ഒരുപാട് ജീവിവർഗങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മത്സ്യത്തിന്റെ ഫോസിൽ നമുക്ക് ലഭിക്കുന്നു, ഉഭയജീവിയുടെ ഫോസിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. മത്സ്യത്തിൽ അല്പാൽപം മാറ്റം വന്നതിന്റെ ഫോസിലുകൾ എവിടെയാണുള്ളത്? ആദിമമായ മത്സ്യം ഏകദേശം 365 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഉഭയജീവിയുടെ പൂർവികനായ മത്സ്യമുണ്ടായിരുന്നത് എന്നാണ് പരിണാമ വിശ്വാസം പറയുന്നത്. 365 ദശലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ലോബ് ഫിൻഡ് ഫിഷ് ആൻസിസ്റ്റർ എന്ന് പറയുന്ന ഈ പൂർവികൻ, ആ പൂർവികനിൽ ആദ്യമായി മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. ആ മ്യൂട്ടേഷന്റെ ഫലമായി അതിൽ ചില വ്യത്യാസങ്ങൾ വരുന്നു. ഒന്നുകിൽ കൈയുണ്ടാകുന്നു, അതല്ലെങ്കിൽ അതിന് പിൻകാലുകൾ ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ അതിന്റെ ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ഇങ്ങനെ മാറിയ സവിശേഷതകളോട് കൂടിയ ഒരു പുതിയ തരം ജീവികൾ ഉണ്ടാവുമല്ലോ. അത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാവണം. അതിന്റെ ഫോസിലുകൾ ലഭ്യമാണോ? ഇനി മാറി വന്ന ജീവി ഉണ്ടല്ലോ, പുതുതായി മാറി വന്ന ജീവി, അതിൽ കുറെ ലക്ഷം വർഷങ്ങൾ കഴിയുമ്പോൾ മ്യൂട്ടേഷൻസ് സംഭവിക്കുകയും അതിന് വേറെ ചില മാറ്റങ്ങൾ വരികയും വേറെ വന്ന പുതിയ മാറ്റങ്ങളോടുകൂടി ലക്ഷക്കണക്കിന് വർഷം കുറെ ജീവികൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ടാകണം. അതിന്റെ ഫോസിലുകൾ ലഭ്യമാണോ? ഫോസിൽ പരിണാമത്തിന്റെ തെളിവുകളായി അവതരിപ്പിച്ചു തുടങ്ങിയ കാലം മുതൽ തന്നെ അറിവും വിവരവും വിവേകവുമുള്ള ശാസ്ത്രജ്ഞന്മാർ ഉന്നയിച്ച ഒരു ചോദ്യമാണ്. അഥവാ ഒരു ജീവിവർഗം മാറി മറ്റേ പുതിയ ജീവിവർഗം ഉണ്ടാകുന്നതിനിടയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ച കുറെ ജീവികൾ കാണേണ്ടതല്ലേ? അതിന്റെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം. മത്സ്യം മാറി ഉഭയജീവിയായെങ്കിൽ, തവളയായെങ്കിൽ, ഉദാഹരണത്തിന് മത്സ്യത്തിൽ ചെറിയ മാറ്റം വന്നതിന് ശേഷമുള്ള മത്സ്യത്തിന്റെ രൂപം, പിന്നീട് വേറെ ഒരു മാറ്റം വന്നപ്പോൾ ഉണ്ടായ രൂപം, പിന്നീട് വേറെ മാറ്റം വന്നപ്പോൾ ഉണ്ടായ രൂപം, അങ്ങനെ അവസാനം തവളയായപ്പോൾ ഉണ്ടായ പുതിയ രൂപം. ഇങ്ങനെ കുറെ രൂപങ്ങളിലൂടെ കടന്നു വന്നിട്ടാണല്ലോ തവളയിലേക്കോ മറ്റേതെങ്കിലും ഉഭയജീവിയിലേക്കോ മത്സ്യം മാറുന്നത്. അങ്ങനെയാണെങ്കിൽ മത്സ്യത്തിന്റെ ഫോസിലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, തവളയുടെയും അതുപോലെയുള്ള ഉഭയജീവിയുടെ ഫോസിലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മത്സ്യം ഉഭയജീവിയായി മാറുന്നതിന്റെ ചിത്രങ്ങളുണ്ടല്ലോ, ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ കടന്നു വന്ന ഇന്റർമീഡിയറി ഫോസിലുകൾ, അതല്ലെങ്കിൽ ട്രാൻസിഷണൽ ഫോസിലുകൾ, ഒന്ന് മറ്റൊന്നിൽ നിന്ന് മാറ്റം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ജീവരൂപത്തിന്റെ ഫോസിൽ, അത് ലോകത്തെവിടെയെങ്കിലും ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി പരിണാമ വിശ്വാസത്തിന്റെ മുമ്പിൽ ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കുകയാണ്. പരിണാമ വിശ്വാസത്തിന് തുടക്കമിട്ട ചാൾസ് ഡാർവിന് പോലും ഈ ഒരു കാര്യം വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അദ്ദേഹം തന്നെയും അദ്ദേഹത്തിന്റെ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഈ കാര്യം വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, വൈ ദെൻ ഈസ് നോട്ട് എവറി ജിയോളജിക്കൽ ഫോർമേഷൻ ആൻഡ് എവറി സ്ട്രാറ്റം ഫുൾ ഓഫ് സച്ച് ഇന്റർമീഡിയറ്റ് ലിങ്ക്സ്? Geology assuredly does not reveal any such finely graduated organic chain, and this perhaps is the most obvious and gravest objection which can be urged against my theory. അതിന്റെ പരിഭാഷ ഇങ്ങനെയാവാം: എങ്കിൽ എന്തുകൊണ്ട് എല്ലാ ഭൗമശാസ്ത്ര അടരുകളിലും ഇങ്ങനെയുള്ള മധ്യരൂപ കണ്ണികൾ നിറഞ്ഞു കിടക്കുന്നില്ല? അങ്ങനെയൊരു പടിപടിയായുള്ള ജൈവിക കണ്ണികളെയൊന്നും ഭൂഗർഭശാസ്ത്രം തീർച്ചയായും വെളിപ്പെടുത്തുന്നില്ല. ഒരുപക്ഷെ എന്റെ സിദ്ധാന്തത്തിനെതിരിൽ ഉന്നയിക്കാവുന്ന ഏറ്റവും വ്യക്തവും ഗുരുതരവുമായ എതിർപ്പു തന്നെയാണിത്. പരിണാമ വിശ്വാസത്തിന് അടിത്തറ പാകുമ്പോൾ അതിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിന് തന്നെ ഉറപ്പായിരുന്നു, ഒരു ജീവി ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് മറ്റൊരു ജീവിയ വർഗമായി മാറുക എന്നൊക്കെ പറഞ്ഞാൽ
ഒരു ജീവി മറ്റൊരു ജീവിയായി മാറുന്നതിന് ഇടയിലുള്ള മധ്യരൂപ കണ്ണികൾ എവിടെയാണ് എന്ന് ആളുകൾ ചോദിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തന്റെ ഗവേഷണ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചെടുത്തിട്ടുള്ള ഏത് ഫോസിലുകൾ വെച്ച് നോക്കിയാലും അതിലെല്ലാം തന്നെ പൂർണ്ണ രൂപികളുടെ ഫോസിലുകളാണ് കാണുക. ഒരു ജീവി മറ്റൊരു ജീവിയായി മാറുന്നതിനിടയിലുള്ള മധ്യരൂപങ്ങളോ മധ്യരൂപികളുടെ ഫോസിലുകളോ ഒന്നും ലഭിച്ചിട്ടില്ല. ഡാർവിന്റെ കാലത്ത് ലഭിച്ചിട്ടില്ല എന്നല്ല, ഇന്നുപോലും ലഭിച്ചിട്ടില്ല. ഉഭയജീവിയുടെ ഫോസിലുണ്ട്, മത്സ്യത്തിന്റെ ഫോസിലേ ഉള്ളൂ. ഇടയിൽ മറ്റൊന്നും കോടിക്കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഈ ജീവികൾ എങ്ങനെയാണ് മാറി വന്നത് എന്ന് തെളിയിക്കുന്ന ഒരു ഫോസിലും ആരുടെ കയ്യിലും ഇന്നും ലഭിച്ചിട്ടില്ല. അത് മത്സ്യത്തിന്റെയും ഉഭയജീവിയുടെയും മാത്രം കഥയല്ല. ലോകത്തെ ഒരു ജീവിവർഗവും മറ്റൊരു ജീവിവർഗമായി മാറിയതിന്റെ മധ്യരൂപ ഫോസിലുകൾ, ട്രാൻസിഷണൽ ഫോസിൽസ്, അതല്ലെങ്കിൽ ഇന്റർമീഡിയറി ഫോസിൽസ് എന്നൊക്കെ പറയുന്ന ഫോസിലുകൾ ആർക്കും ഇന്നോളം ലഭിച്ചിട്ടില്ല. ഡാർവിൻ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദമാക്കുന്നു. ഞാൻ സിദ്ധാന്തിച്ചിട്ടുള്ള പരിണാമ വിശ്വാസത്തിന് അഥവാ ഫൈലറ്റിക് ഗ്രാജുവലിസം എന്ന പേരിൽ ഇന്ന് ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്ന ഈ അല്പാൽപമായുള്ള ജീവിവർഗങ്ങളുടെ പരിണാമത്തിന് ഫോസിൽ തെളിവുകൾ ഇല്ല എന്നും, ആ ഇല്ല എന്നുള്ളത് ഈ സിദ്ധാന്തത്തെ എതിർക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് എന്നും ഡാർവിൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഇത് ഡാർവിൻ മാത്രമല്ല, ഡാർവിന് ശേഷവും നിരവധി പരിണാമ വിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാർ ഇത് ഒരു പോരായ്മ തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രസിദ്ധ ജർമ്മൻ അമേരിക്കൻ ഇവല്യൂഷണറി ബയോളജിസ്റ്റ് ആയിരുന്ന ഏണസ്റ്റ് മേയർ എഴുതിയത് നമുക്ക് ഇപ്രകാരം വായിക്കാം. The discontinuities are even more striking in the fossil record. New species usually appear in the fossil record suddenly, not connected with their ancestors by a series of intermediates. ഫോസിൽ രേഖകളിൽ തുടർച്ചയില്ലായ്മയും ഇടമുറിയലും ഏറെ ശ്രദ്ധേയമാണ്. പൂർവികരായ മധ്യരൂപ കണ്ണികൾ വഴി ബന്ധമില്ലാത്ത വിധം ഫോസിൽ രേഖകളിൽ പുതിയ ജീവിവർഗങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതാണ് കാണുന്നത്. ഏണസ്റ്റ് മേയറുടെ വാട്ട് ഇവല്യൂഷൻ ഈസ് എന്ന പുസ്തകത്തിലാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏണസ്റ്റ് മേയർ മാത്രമല്ല, നിരവധി ശാസ്ത്രജ്ഞന്മാർ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏണസ്റ്റ് മേയർ പറയുന്നത്, ഭൂമിയുടെ ഭൂപാളികളിൽ കാണപ്പെടുന്ന ഫോസിലുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു ജീവിവർഗം പെട്ടെന്ന് മാറി മറ്റൊരു ജീവിവർഗമായി മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഒരു ജീവിവർഗത്തിൽ അല്പാൽപം മാറ്റങ്ങൾ വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് അത് വേറെ പുതിയൊരു ജീവിയായി ഉരുത്തിരിയുന്നത് കാണുന്നില്ല. ഫൈലറ്റിക് ഗ്രാജുവലിസം എന്ന് പറയുന്ന ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് അനുകൂലമായ ഒരു ഫോസിൽ പോലും എവിടെയും ലഭ്യമല്ല എന്ന് ഇവല്യൂഷണറി ബയോളജിസ്റ്റ് തന്നെയായ നല്ല ശുദ്ധ പരിണാമ വിശ്വാസിയായ ഏണസ്റ്റ് മേയർ വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. അപ്രകാരം തന്നെ അമേരിക്കൻ പാലിയന്റോളജിസ്റ്റും പരിണാമ വിശ്വാസിയുമായ സ്റ്റീഫൻ ജെ ഗോൾഡ് ഇത് സംബന്ധിച്ച് എഴുതുന്നത് വായിച്ച കുറച്ചുകൂടി കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, മോസ്റ്റ് ഹോമിനിഡ് ഫോസിൽസ്, even though they serve as a basis for endless speculation and elaborate storytelling, are fragments of jaws and scraps of skulls. മനുഷ്യ പൂർവികരുടെ ഫോസിലുകൾ അനന്തമായ നിരവധി ഊഹങ്ങൾക്കും കഥാകഥനങ്ങൾക്കും സഹായകമായിട്ടുണ്ടെങ്കിലും അവ യഥാർത്ഥത്തിൽ ചില താടിയെല്ലുകളുടെ തുണ്ടങ്ങളും തലയോട്ടികളുടെ ശകലങ്ങളും മാത്രമാണ്. സ്റ്റീഫൻ ജെ ഗോൾഡിന്റെ ദ പാണ്ടാസ് തമ്പ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ഉദ്ധരണി എടുത്തിട്ടുള്ളത്. ഇത് വളരെ സത്യസന്ധമായ ഒരു അവതരണമാണ്. എവിടെ നിന്നെങ്കിലും ലഭിക്കുന്ന ഒരു താടിയെല്ലിന്റെ തുണ്ടം, അതല്ലെങ്കിൽ തലയോട്ടിയുടെ ഒരു ചെറിയ സ്ക്രാപ്പ്, ഒരു ചെറിയ പീസ്, ഇതെടുത്തു കൊണ്ടുവന്ന് ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവി പരിണമിച്ചതാണെന്നും അത് എങ്ങനെയുണ്ടായി, ഏത് രൂപത്തിലുണ്ടായി, ഏത് കാലത്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വലിയ കഥകൾ കെട്ടിപ്പടുത്തുണ്ടാക്കുകയാണെന്ന് സ്റ്റീഫൻ ജെ ഗോൾഡ് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം ഒരു പരിണാമ വിശ്വാസിയാണ്. പക്ഷേ ഡാർവിനും ഇന്നത്തെ നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന ഈ പരിണാമ വിശ്വാസികളെ പോലെയുള്ള ഫൈലറ്റിക് ഗ്രാജുവലിസം എന്ന പരിണാമത്തിൽ വിശ്വസിക്കുന്നയാളല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്വന്തമായ ഒരു തിയറി ഉണ്ട്. പരിണാമത്തിന്റെ ഉപജ്ഞാതാവായ സാക്ഷാൽ ചാൾസ് ഡാർവിൻ അഭിപ്രായം ഉണ്ടായിരുന്നു, ലഭ്യമായ ഫോസിൽ രേഖകൾ വെച്ച് ഒരു കാരണവശാലും പരിണാമ വിശ്വാസം തെളിയിക്കാൻ കഴിയില്ല. പരിണാമ വിശ്വാസത്തിന് വേണ്ടി ഫോസിലുകളെ എത്രമാത്രം നമ്മൾ നിരത്തിവെച്ചാലും ഒരു ജീവി അല്പാൽപമായി പരിണമിച്ചാണ് പിന്നീട് മറ്റൊരു ജീവിവർഗം ഉണ്ടാകുന്നത് എന്ന് തെളിയിക്കാൻ സാധ്യമല്ല എന്നും
ഫോസിൽ റെക്കോർഡുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിവർഗത്തിന് ശേഷം മറ്റൊരു ജീവിവർഗം പെട്ടെന്ന് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നതായാണ് അവ കാണിക്കുന്നത് എന്ന് ഏണസ്റ്റ് മെയർ വ്യക്തമാക്കുന്നു. അതേ ഏണസ്റ്റ് മെയറിന്റെ വിശ്വാസം തന്നെയാണ് സ്റ്റീഫൻ ജെ ഗോൾഡും പറയുന്നത്. അദ്ദേഹം പറയുന്നു, ചില എല്ലുകളുടെ തുണ്ടങ്ങളൊക്കെ എടുത്തു വെച്ച് കുറെ കഥകൾ മെനഞ്ഞുണ്ടാക്കുക എന്നല്ലാതെ ഫൈലറ്റിക് ഗ്രാജുവലിസം എന്ന് പറയുന്ന ഈ പരിണാമ വിശ്വാസം ഒരു കാരണവശാലും ഫോസിലുകൾ ഉപയോഗിച്ച് തെളിയിക്കാനേ സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളൊക്കെ ചേർന്ന് പുതിയ ഒരു പരിണാമ വിശ്വാസത്തിന്റെ ശാഖ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്നാണ് അതിന് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുന്നത്. ജീവികൾ പരിണമിക്കുന്നത് സാവകാശത്തിൽ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വർഷങ്ങൾ എടുത്ത് സാവകാശത്തിൽ പരിണമിക്കുകയല്ല എന്നും ഒരു ജീവിവർഗത്തിൽ അധിക കാലമൊന്നും എടുക്കാതെ തന്നെ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടായി പെട്ടെന്ന് തന്നെ ജീവിവർഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നും പറയുന്ന പരിണാമത്തിന്റെ മറ്റൊരു ശാഖയാണ് പങ്ക്ച്വേറ്റഡ് ഈക്വിലിബ്രിയം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഫോസിലുകൾ പരിണാമത്തിനുള്ള തെളിവുകളെ അല്ല. കാരണം പൂർണ്ണജീവികളുടെ ഫോസിലുകളാണ് എല്ലായിടത്തു നിന്നും ലഭിച്ചിട്ടുള്ളത്. പൂർണ്ണജീവികൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു, മത്സ്യം ഭൂമിയിൽ ഉണ്ടായിരുന്നു, തവള ഭൂമിയിൽ ഉണ്ടായിരുന്നു, ഇഴജന്തുക്കൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു, പറവകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു, ആനകളും കുരങ്ങുകളും മനുഷ്യരുമൊക്കെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിനല്ലാതെ അതിൽ ഒരു ജീവിവർഗം മറ്റൊരു ജീവിവർഗത്തിൽ നിന്ന് പരിണമിച്ചു വന്നു എന്ന് പറയുന്ന ആ പ്രോസസ് കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഫോസിലുകളും ഈ ഭൂമിയിൽ നിന്ന് ഇന്ന് വരെ ലഭ്യമായിട്ടില്ല. ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഫോസിലുകൾ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോ ഫോസിൽ റെക്കോർഡുകളുടെ കഥ വെച്ച് പരിണാമം സ്ഥാപിക്കുക പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, അസാധ്യമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് നമ്മുടെ പരിണാമ വിശ്വാസികൾ അല്പം പരുങ്ങലിലായി. ഇപ്പോ ഈ നിയോ ഡാർവിനിസ്റ്റുകൾ എന്തൊക്കെ നമ്മൾ വിളിക്കുന്ന നവ ഡാർവിനിസ്റ്റുകളായ ആളുകൾ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആളുകൾ പുതിയ ഒരു രീതിയിലാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ നിയോ ഡാർവിനിസത്തിന് വേണ്ടി വളരെ കൂടുതൽ പുസ്തകങ്ങൾ എഴുതുകയും ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ലോകപ്രസിദ്ധനായ പരിണാമവാദിയാണ് റിച്ചാർഡ് ഡോക്കിൻസ്. അദ്ദേഹത്തിന്റെ പരിണാമവുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ധാരാളം പുസ്തകങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത്. അതിനകത്ത് ഒരു പരാമർശമുണ്ട് ഫോസിലുകളെ സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള നിയോ ഡാർവിനിസ്റ്റുകളുടെ പുതിയ ഒരു വ്യാഖ്യാനം എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം. അത് ഇപ്രകാരമാണ്: Even if not a single fossil has ever been found, the evidence from surviving animals would still overwhelmingly force the conclusion that Darwin was right. ഒരു ഫോസിൽ പോലും ഇതുവരെ കണ്ടെത്തിയിരുന്നില്ലെങ്കിൽ പോലും അതിജീവിച്ച ജന്തുക്കളിൽ നിന്നുള്ള തെളിവുകൾ ഡാർവിൻ ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തും. ഈ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അഥവാ ഈ ഭൂമിയിൽ എവിടെയെല്ലാം പരതി ഇത്ര കാലം ഭൂമി മുഴുവൻ കുഴിച്ചു നടന്നിട്ടും ഫൈലറ്റിക് ഗ്രാജുവലിസം എന്ന് വിളിക്കുന്ന സ്ഥൂല പരിണാമത്തിന്റെ അല്പാൽപമായി ജീവിവർഗങ്ങൾ പരിണമിച്ചു വരുന്നതിന്റെ ഒരു തെളിവും ലഭ്യമല്ല എന്ന് വന്നപ്പോ റിച്ചാർഡ് ഡോക്കിൻസ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ നമ്മുടെ പരിണാമ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇനിയിപ്പോ അങ്ങനെ ഒരു ഫോസിലിന്റെ ആവശ്യം തന്നെ ഇല്ല. ഒരു ഫോസിൽ പോലും ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും പരിണാമം സത്യമാണ് എന്ന് തെളിയിക്കാൻ വേറൊരുപാട് തെളിവുകളുണ്ട് എന്നാണ്. യൂട്യൂബിലൊക്കെയുള്ള നമ്മുടെ മലയാളി പരിണാമ വിശ്വാസികളുടെ ചാനലിൽ വരുന്ന പ്രഭാഷണങ്ങളോ ക്ലാസ്സുകളോ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കെ. അതിൽ പലരും പറയുന്നത് പരിണാമത്തെ തെളിയിക്കാൻ ഫോസിലുകൾ ആവശ്യമില്ല, അതില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച റിച്ചാർഡ് ഡോക്കിൻസിന്റെ ദി ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്ന പുസ്തകം മലയാളികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിലെ അതിമഹത്തായ ദൃശ്യവിസ്മയം എന്ന പേരിൽ കേരളത്തിലെ ഒരു പരിണാമ വിശ്വാസി സി രവിചന്ദ്രൻ അത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അതില് രവിചന്ദ്രൻ സൂചിപ്പിക്കുന്നത് പരിണാമം തെളിയിക്കാൻ ഫോസിലുകൾ ആവശ്യമില്ല. ഇനി വല്ല ഫോസിലും കിട്ടിയാലോ അത് വലിയ ഒരു ഭാഗ്യം മാത്രമാണ്. ഫോസിൽ രേഖകൾ ലഭിക്കില്ലെന്നും ഫോസിൽ രേഖകൾ വെച്ച് പരിണാമത്തെ തെളിയിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ലെന്നും പൂർണ്ണാർത്ഥത്തിൽ ബോധ്യപ്പെട്ടപ്പോ ഇപ്പോ ചുവട് മാറ്റുകയാണ് പരിണാമ വിശ്വാസികൾ ചെയ്യുന്നത്. ഫോസിലുകൾ കൊണ്ട് ഇത് തെളിയിക്കാൻ സാധിക്കില്ലേ, എന്നാ പിന്നെ ഫോസിൽ വേണ്ട, ഞങ്ങൾ വേറെ തെളിവ് വെച്ച് തെളിയിച്ചു കൊള്ളാം എന്ന രീതിയിലുള്ള പരാമർശമാണ് ഇപ്പോൾ നമ്മൾ ഇവരുടെ പുസ്തകങ്ങളിലും ഇവരുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടുവരുന്നത്. കാര്യം ശരിയാണ്. നമുക്കറിയാം പണ്ട് കുറുക്കനും ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. കുറുക്കൻ നടന്നു പോകുമ്പോൾ
വഴിയിൽ മുന്തിരി കാണുന്നു. വിശന്നു വലഞ്ഞ കുറുക്കൻ ഒരുപാട് തവണ മുന്തിരിക്ക് വേണ്ടി ചാടിയെന്നാണ്. പക്ഷേ മുന്തിരി കിട്ടിയില്ല. അങ്ങനെ കിട്ടാതെ നിരാശപ്പെട്ടപ്പോ അവസാനം കുറുക്കൻ പറഞ്ഞു, എനിക്ക് മുന്തിരി വേണ്ട, ഈ മുന്തിരിക്ക് ഭയങ്കര പുളിയ. ഇതുപോലെയാണ് നമ്മുടെ കേരളത്തിലെയും അതുപോലെ ലോകാടിസ്ഥാനത്തിൽ തന്നെ നോക്കിയാലും പുതിയ നിയോ ഡാർവിനിസ്റ്റുകളുടെ ഒരു അവസ്ഥ. ഇത്രയും കാലം കോടിക്കണക്കിനെന്നല്ല, നമുക്ക് കണക്കു പറയാൻ പറ്റാത്ത എത്ര ഡോളറുകൾ ചെലവഴിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണ് കുഴിച്ച് ഫോസിലുകൾ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു ഇവര്. ലോകത്ത് ഇന്നോളം എഴുതപ്പെട്ട പുസ്തകങ്ങൾ, ലോകത്ത് ഇന്നോളം നടത്തിയ പ്രഭാഷണങ്ങൾ, ഗവേഷണങ്ങൾ, നിരീക്ഷണങ്ങൾ എല്ലാം ഫോസിലുകൾ ഒരു മുഖ്യ ഘടകമാക്കി എടുത്തുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോ അവസാനത്തില് ഫോസിലുകൾ വെച്ച് നോക്കിയാൽ പരിണാമം തെളിയിക്കാൻ ഒരു നിലക്കും സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി എന്നാ പിന്നെ ഫോസിൽ വേണ്ട, ഞങ്ങൾ വേറെ തെളിവ് നോക്കിക്കൊള്ളാം എന്നാണ് ഇപ്പൊ പുതിയ ആളുകൾ പറയുന്നത്. ഇതോടെ ചോദ്യത്തിന്റെ ഉത്തരം വളരെ വ്യക്തമായിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നൂറുകണക്കിനോ ലക്ഷക്കണക്കിനോ ഫോസിലുകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ, പിന്നെ പരിണാമം തെറ്റാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റൂ എന്ന് ചോദിച്ചാൽ, കയ്യിൽ ഫോസിലുകൾ ധാരാളം ഉണ്ടെങ്കിലും ജീവികൾ പരിണമിച്ചുണ്ടായതാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഫോസിലും ആരുടെ കയ്യിലും ഇല്ല എന്ന് പരിണാമ വിശ്വാസികൾക്ക് തന്നെ ബോധ്യമാവുകയും അവർ ചുവടുമാറ്റി പുതിയ ചില വാദഗതികളിലേക്ക് മാറുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഫോസിൽ പരിണാമത്തിന് തെളിവുകളാണ് എന്ന ഒരു വാദവുമായി ഇനി ആരും ഈ മലയാളക്കരയിൽ വരരുത് എന്ന് അവസാനമായി ഒരു അപേക്ഷ കൂടിയുണ്ട്.